പണം വാങ്ങി പറ്റിക്കാൻ ശ്രമിച്ച് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിനെതിരെ ഉപഭോക്തൃ കമ്മീഷനിൽ സ്വയം വാദിച്ച് ജയിച്ചു മലപ്പുറം വേങ്ങര സ്വദേശി യാസർ അറാഫത്ത്. 10,000 രൂപ തട്ടിയെടുത്ത സംഘത്തിൽ നിന്ന് നഷ്ടമായ തുകയും 25,000 രൂപയും യുവാവ് നിയമവഴിയിലൂടെ നേടിയെടുത്തു. കബളിപ്പിക്കപ്പെടുന്നവർ മിണ്ടാതിരിക്കരുത് എന്നാണ് യാസർ പറയുന്നത്. മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡൽഹി ആസ്ഥാനമായ റാപ്പിപേ ഫിൻടെക് എന്ന കമ്പനി അതൊരു വാലറ്റ് സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ 10,000 രൂപ നിക്ഷേപിക്കുകയും തുടർന്ന് ആ പണം മടക്കി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാതിരിക്കുകയും ചെയ്ത കമ്പനിക്കെതിരെ സ്വയം ഉപഭോക്തൃ കോടതിയിൽ വാദിച്ച ആ പണവും അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം വാങ്ങിയെടുത്ത വേങ്ങര സ്വദേശിയാണ് എന്നോടൊപ്പം ഉള്ളത്. യാസർ, എങ്ങനെയാണ് ഈ പോരാട്ടം തുടങ്ങിയത്? ഞാൻ ഒരു സ്ഥാപനം നടത്താണ്. മെയിൻ ടിക്കറ്റിംഗ് ആൻഡ് ഇൻഷുറൻസ് സർവീസാണ്. അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 10,000 രൂപ ഈ കമ്പനിയിൽ നിക്ഷേപിച്ചത്. പക്ഷേ നിക്ഷേപിച്ച എൻ്റെ വാലറ്റിലേക്ക് വിത്തിൻ 1 hour കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതുവരെ വന്നില്ല. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത രീതി തെറ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് ഞാൻ ഫണ്ട് ഇട്ടത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വാലറ്റിലേക്ക് മാറ്റി തന്നു? അപ്പോൾ ഒരു ടെക്നിക്കലി കുറേ ഇഷ്യൂ ആണ്. അപ്പോൾ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, നീ ബാങ്കിൽ പോയിട്ട് ഒന്ന് റിവൈസ് ചെയ്തോ. ഞാൻ സ്വന്തം എൻ്റെ ബാങ്കിൽ പോയിട്ട് റിവൈസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ബാങ്ക് പറയുകയാണ്, ഈ കമ്പനി അതിന് കൺസെൻറ്റ് തരണം, ഒരു അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് തിരിച്ചെടുക്കാൻ കൺസെൻറ്റ് വേണം, അത് അവർ കൊടുക്കുന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ കോൺടാക്ട് ചെയ്തു, മെയിൽ ചെയ്തു, എക്സിക്യൂട്ടീവിനായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ ഡൽഹിയിൽ നിന്ന് എന്നോട് ഫോണിൽ വിളിച്ചപ്പോൾ ഒരിക്കൽ പറയുകയാണ്, നീ പോയി കേസ് കൊടുക്കുന്നത്. അപ്പോൾ അവരെ വിചാരം നമ്മളെ പോലെയുള്ളവർ ഒരു സാധാരണക്കാരന് ഇതൊന്നും പറ്റില്ല, അവർക്കും അറിയാതെ അത്ര ഈസിയല്ല. പക്ഷെ എനിക്ക് ആ കേസ് കൊടുത്തോന്ന് എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. ഞാൻ അങ്ങനെയാണ് കൺസ്യൂമർ ഫോറത്തെ സമീപിക്കുകയും നോട്ടീസ് അയക്കുകയും അങ്ങനെ ഏകദേശം 2024 നവംബറിലാണ് കേസ് ഫയൽ ചെയ്തത്. എനിക്കിപ്പോൾ 26-ലാണ് എൻ്റെ വിധി കിട്ടിയത്. അപ്പോൾ തന്നെ കേസ് ഫയൽ ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുന്ന കണ്ടാടെ തന്നെ ഇവർ 10,000 രൂപ എനിക്ക് തിരിച്ചു തന്നു. 13 മാസങ്ങൾക്ക് ശേഷമാണ് അവർ തിരിച്ചു തരുന്നത്. അതിനുശേഷം ഇപ്പോൾ 2026 വിധി വന്നു. അല്ലെങ്കിൽ 25,000 രൂപ നഷ്ടപരിഹാരവും കോമ്പൻസേഷനും കിട്ടി, 5,000 രൂപ കോടതി ചെലവും കിട്ടി. എന്താണ് സ്വന്തമായിട്ട് തന്നെ വാദിക്കാൻ തീരുമാനിക്കാനുള്ള കാരണം? തീർച്ചയായിട്ടും അതിന് ചിലവാണ്. ഞാൻ ഇതിന് എൻ്റെ ഒരു അന്യായം എന്ന് പറഞ്ഞാൽ 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇനിയിപ്പോൾ അതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ എമൗണ്ട് എനിക്ക് ചിലവാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നേരിട്ടാണ് അത് കാര്യങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് നീങ്ങിയത്. ഓരോ സിറ്റിങ്ങിനും നിങ്ങളിപ്പോൾ ഒരു അഭിഭാഷകനെ വെക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ നൽകേണ്ടി വരും. തീർച്ചയായിട്ടും വരും. അഭിഭാഷകർ നമുക്ക് ഫ്രീ ആയിട്ട് സർവീസ് തരില്ലല്ലോ. പിന്നെ എല്ലാവർക്കും അറിയാം, ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഈ കൺസ്യൂമർ ഫോറം അത്ര ഈസി അല്ല. അപ്പോൾ അത് കുറച്ച് പഠിച്ച് അതിനായിട്ട് ബുദ്ധിമുട്ട് ചെയ്താൽ മാത്രമേ ഇത് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ. അനുഭവം നമുക്ക് ഒരുപാട് പ്രചോദനമാണ്. ഒരു തെറ്റ് നമുക്ക്, ഒരു അനീതി നമുക്ക് നേരെ ഉണ്ടായാൽ അതിനെതിരെ പോരാടാൻ ഏത് സാധാരണക്കാരനും കഴിയും എന്നുള്ള സൂചനയാണ് യാസർ നൽകുന്നത്. മുഹമ്മദ് അർഷാഖിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.